ഹലോ ഗൈസ്. അപ്പൊ നമ്മളെ ഏകദേശം ഈ പടത്തിന് ഇഡലി കട ഇഡലി കടയാണ് നമ്മൾ ലാസ്റ്റ് സിനിമ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കമ്പനി LIക്ക് ഒരു എന്താ ഒരു നൈസ് പടം. പക്ഷെ നമുക്ക് ആദ്യം ഇതിന്റെ കാസ്റ്റ് ആൻഡ് പറ്റിയൊക്കെ പറയാം. ഫസ്റ്റ് ഡയറക്ടർ വിഘ്നേഷ് ശിവൻ കൊള്ളാം. നല്ല ഫണ്ണൊക്കെ ഉണ്ട്. പിന്നെ 2040 കഥയാണ്. അങ്ങനത്തെ ഇതൊന്നും തോന്നിക്കൂല. അവൻ തന്നെയാണ് റൈറ്റിങ്. പിന്നെ Yeah. പ്രൊഡ്യൂസർ ലലിത് കുമാർ അത് വിഘ്നേഷ് ഇവരൊക്കെ തന്നെയാണ് പ്രൊഡ്യൂസർ ചെയ്തിരിക്കുന്നത്. പിന്നെ കാസ്റ്റിന്റെ ഷോ വില്ലനായിട്ടുള്ള യാത് പടം എടുത്താല് ഹീറോ കാട്ടി ഹീറോക്ക് ഈക്വൽ ആയിട്ട് നിൽക്കും, ഹീറോയുടെ മോളെ നിൽക്കും. അതുകൊണ്ട് ഇതിന് കിട്ടി. പക്ഷെ ഏത് സിനിമ മാനാട് ഡോണ് ഇവന് ഈക്വൽ ആയിട്ട് സുഖാവത്തിന് ഈക്വൽ ആയിട്ട് നിൽക്കണം. അല്ലെ ഈ പടത്തിന് ഈക്വൽ ആയിട്ട്. പക്ഷെ പ്രദീപ് കിടിലായിട്ട് ഇതിലാ കൃതി ഷെട്ടി പിന്നെ റൊമാൻസ് ചെയ്യുന്നതൊക്കെ പിന്നെ കൂട്ട് ഗൗരി അവളൊന്നും യോഗി ബാബു കോമഡി. അയ്യോ, പിന്നെ ഇതിലാ മെയിൻ പടത്തിന്റെ നട്ടല് ആര് അനിരുദ്ധ്. ഒരു രക്ഷ പാട്ട് കിട്ടുന്ന സാധനം അവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റേ ധീമാക്ക് എന്തൊരു ഫീൽ ആയിരുന്നു. ആ ഒരു സിറ്റുവേഷൻ കിട്ടില്ല വരുന്നത്. പക്ഷെ നമുക്കിത് കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കിട്ടില്ല. പിന്നെ എഡിറ്റർ പ്രദീപ് രാഘവ് അതാണ് പ്രദീപ്. പക്ഷെ കിട്ടില്ല സീനായിരുന്നു. പിന്നെ പ്രൊഡക്ഷൻ ഡിസൈൻ പിന്നെ റോബോട്ടൊക്കെ അങ്ങനത്തേക്ക് കുറച്ചൊക്കെ കോസ്റ്റ്യൂം നൈസ്. പ്രദീപിന്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു ഇവിടെ പച്ച ഷൂ ആണെങ്കിൽ ഇതില് ഓറഞ്ച് അങ്ങനത്തേക്ക് കളർ തീമൊക്കെ ഉണ്ട്. മേക്കപ്പ്, പ്രൊഡക്ഷൻ, സൗണ്ട്, സ്റ്റണ്ട്. ലാസ്റ്റ് ഒരു ഫൈറ്റ് മാത്രമേ ഉള്ളൂ. അത് കൊള്ളായിരുന്നു. ഒരു പഞ്ചുണ്ട്, സീൻ പഞ്ച്. നിങ്ങള് പോസ്റ്ററിലൊക്കെ കണ്ടാണ്. കൊറിയോഗ്രാഫി ബാബ മാസ്റ്റർ, ജാനി ചാഞ്ചി മാസ്റ്റർ, അങ്ങനെ കുറെ പേരുണ്ട്. കിടിലല്ലേ. അപ്പൊ നിങ്ങൾ ചെന്ന് കാണണം. നമ്മള് ഏരിയസ് ബസ് ട്രിവാൻഡ്രം പടത്തിനെ പറ്റി പറയാം. കാശിനെ പറ്റി പറഞ്ഞല്ല. പടം നിങ്ങളെ ഡ്രാഗൺ ലവ് ടുഡേ ആ കണക്കൊരു പടമല്ല. അതൊക്കെ ഒരു ഫ്രസ്ട്രേഷൻ പുള്ളിക്കാരുണ്ടാവുന്ന ഒരു എന്താ പറയാ ഒരു പ്രശ്നം അതില് പോണ കഥയാണ്. പക്ഷെ ഇതങ്ങനെ ശരി ആ പടത്തിലൊന്നും അങ്ങനെയല്ലല്ലോ. അതിന്റെ പ്രശ്നത്തിന്റെ ചുറ്റിപ്പറ്റിയല്ലേ പോകണം. അവസാനം അതിൽ പെണ്ണും കിട്ടൂല. ഇതില് കിട്ടി ഭാഗ്യം കൊണ്ട് കിട്ടി. ഇതില് ലവിന് അവൻ ഇഷ്ടപ്പെട്ട് തന്നെ അങ്ങ് പോവേ. ഇത് ലവിനാണ് ഇമ്പോർട്ടൻസ്. പടം നല്ല ഫീൽ ഗുഡ് സാധനമാണ്. എന്റർടൈൻമെന്റ് കാട്ടി കൂടുതൽ ഫീൽ ഗുഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. കുഴപ്പമില്ല, തലക്കേടില്ലാത്ത പടം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ഡ്രാഗൺ ലവ് ടുഡേ അത്ര എത്തിയിട്ടില്ല. പക്ഷെ എന്നാലും ഡ്യൂഡിനെ കാട്ടിക്കൊള്ളാം. പക്ഷെ നൈസാണ്. മോശം പറയാനൊന്നുമില്ല. ഫസ്റ്റ് കുറച്ച് ലാഗ് അടിച്ച്, പക്ഷെ ഇപ്പൊ അടുപ്പിച്ചൊക്കെ എത്തിയപ്പോ പിന്നെ പറയാനുള്ളത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനെ പറ്റിയാണ്. ഫുള്ള് ഓളമായിരുന്നു. ഓളം തിയേറ്ററിന്റെ അകത്തിനെ കാട്ടി പുറത്തായിരുന്നു. നമുക്ക് പ്രതിദിന വീഡിയോ കോളിൽ കാരണം അവിടെ ട്രിവാൻഡ്രം ഫാൻസിലെ ഒരു ഫാൻസ് അസോസിയേഷന്റെ മെയിൻ ആള് അവിടെ വീഡിയോ കോൾ ചെയ്തു. നമുക്ക് നമ്മുടെ സൈഡിൽ കൊടുത്തിരിക്കുക കാണിച്ചില്ല. അല്ലെങ്കിൽ നമ്മള് ഇട് ഷോർട്സ് ഇടും. നോക്കാം പ്ലീസ് ഒന്ന് ചെക്ക്. വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു ഗൈസ്. നമ്മളെ ഹായ് ഒക്കെ കൊടുത്ത്. പിന്നെ എന്താണ് മറ്റേ അത് സെക്കൻഡ് പാർട്ടാണ് അറിയാമോ? പടത്തിന്റെ സെക്കൻഡ് പാർട്ട്. അപ്പൊ ഇതിപ്പോ നിങ്ങൾ ഫസ്റ്റ് വായിച്ചാണ്. സൂപ്പർ പടമാണ്.
നൈസാണ്. തമിഴ് ഫിലിംസ് കാണാൻ ആഗ്രഹമുള്ളവർ കാണുക. കാരണം കുറെ ആൾക്കാർക്ക് തമിഴ് ആയതുകൊണ്ട് കാണാൻ താല്പര്യം കാണൂല. തമിഴ് ഫിലിംസ് കാണാൻ ആഗ്രഹമുള്ളവർ ഈ പടം പോയി കാണുക. നൈസാണ്. പ്രദീപ് ഫാൻ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക. പ്രദീപിന്റെ വൺ മാൻ ഷോ സീനാണ്. അപ്പം അടുത്ത റിവ്യൂ ആയിട്ട് വരാം. ബൈ.